അപ്പോൾ വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വെറ്റില ദീപം വെച്ച് മുരുകനെ പ്രാർത്ഥിക്കുക സന്ധ്യയ്ക്ക്. അപ്പം മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി പഴനിയിലേക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം, ഉറപ്പായിട്ടും വീടുണ്ടാവും. ശ്രമിക്കണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, രാവിലെ വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ പോരാ. അതിനുള്ള മാർഗ്ഗങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് വേണം. ലോണൊന്നും എല്ലാവർക്കും കിട്ടുമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ചെറിയ വീടെങ്കിലും നമുക്ക് സ്വായത്തമാക്കാം. പിന്നെ വീടിൽ നിന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക, അതായത് സ്വപ്നം കാണാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കിടക്കുമ്പോഴും നമ്മളെപ്പോഴും വീടിനെ പറ്റി ചിന്തിക്കുക, അതുണ്ടാവാനുള്ള മാർഗ്ഗങ്ങൾ സ്വരുക്കൂട്ടുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ എന്തോ ഒരു ലക്ഷ്യമുണ്ടോ, ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മളവിടെ എത്തിയിരിക്കും. ലക്ഷ്യമാണ് വേണ്ടത്. അതുകൊണ്ട് ഭാഗ്യമില്ല എന്നുള്ള, ഭാഗ്യത്തെ നമ്മൾ ഉണ്ടാക്കുന്നു. എങ്ങനെ? നിരന്തരമായ പ്രയത്നത്തിൽ കൂടിയും പ്രാർത്ഥന കൂടിയും. അപ്പോൾ ഓരോ പൈസയും നമ്മൾ വളരെ വിലയേറിയതാണ്, ലക്ഷ്മി ദേവിയാണെന്ന് കണക്കാക്കാം. അതുപോലെ ചിലരുടെ വീട്ടിൽ അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ പൈസ വയ്ക്കാം. അങ്ങനെയൊന്നും വയ്ക്കാൻ പാടില്ല. പൈസ വയ്ക്കാനൊരു സ്ഥലമുണ്ട്, നിശ്ചിതമായ സ്ഥലമുണ്ട് നമുക്ക്. ആ സ്ഥലത്തേ വയ്ക്കാവൂ പൈസ. ആ പൈസ പച്ചപ്പെട്ടിലൊക്കെ വയ്ക്കുക. പച്ച കളറ് കുബേരൻ്റെ കളറാണ്, അപ്പോൾ പച്ച പേഴ്സൊക്കെ ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ പച്ച ഇല്ലാത്തൊരു മേടിക്കണമെന്നില്ല, കറുപ്പ് മേടിക്കരുത്. അപ്പോൾ പച്ച പേഴ്സിലൊക്കെ പൈസ വയ്ക്കുക, പച്ച ഇതിൽ വയ്ക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ പൈസ എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ലക്ഷ്മി ദേവിയാണത് എന്ന് ചിന്തിച്ച് വേണം കഴിയാൻ. പൈസ ചിലരുടെ പേഴ്സ് കുരുട്ടി അങ്ങനെ വയ്ക്കാൻ പാടില്ല. പൈസ എപ്പോഴും വലിയ നോട്ട്, ചെറിയ നോട്ട് അങ്ങനെ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് ഐശ്വര്യം വരും.